നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ്. നമ്മളിതെല്ലാം ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ്. നമ്മളിത് തിരിച്ചറിയണം. ബാക്കിയുള്ള സ്ഥലത്തുണ്ടാകുന്നത് പോലെ ഒരു മാറ്റം പല കാര്യങ്ങളിലും ഉണ്ടാകുന്നില്ല. നമ്മൾ 10, 20, 25 വർഷം പുറകിലേക്ക് പോവാണ്. ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. നമ്മളത് മനസ്സിലാക്ക്. എല്ലാ രോഗങ്ങളും ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാ ലെപ്റ്റോ ഉണ്ട്, ഡെങ്കു ഫീവർ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, കോളറ ഉണ്ട്, ടൈഫോയിഡ് ഉണ്ട്, മുഴുവൻ രോഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എന്താ കാരണം? നമ്മൾ അന്വേഷിക്കണ്ടേ? നമ്മൾ ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടേ? അത് പരിഹരിക്കാനുള്ള സംവിധാനം വേണ്ടേ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട്. നമ്മളെല്ലാം ജനപ്രതിനിധികളല്ലേ? നമ്മൾ മരണ വീടുകളിൽ പോകുന്നവരല്ലേ? കേരളത്തിലെ MLA അല്ലേ? ഞാൻ ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് പറഞ്ഞു, കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചു. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാറില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന്? പെട്ടെന്ന് യാതൊരു പ്രീസിഡൻസും ഇല്ലാത്ത ആൾ കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ? MLA പറ, കൂടിയിട്ടില്ലേ? കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, സ്ട്രോക്ക് വന്ന് വരുന്നവരുടെ നമ്പർ കൂടിയിട്ടില്ലേ? ക്യാൻസറിന്റെ കൂടിയിട്ടില്ലേ? അതുപോലെ ഓക്സിജൻ കുറയുന്നത്, സോഡിയം കുറയുന്നത്, ലങ്സ് ഡിസീസ്, വളരെ അപകടകരമായ ആ തരത്തിൽ കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കുകയും ഒരു പോസ്റ്റ് കോവിഡ് അനാലിസിസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു, ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല. ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ്. ഗവൺമെന്റിന്റെ കയ്യിൽ ഹെൽത്ത് ഡാറ്റയുണ്ട്. നിങ്ങൾ 14 ജില്ലകളിലെ 14 പഞ്ചായത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കും കോവിഡിന് ശേഷമുള്ള മരണനിരക്കും അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ വെച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക, എന്താ മരണ കാരണം, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് മരിക്കുന്നത്. അതിനൊക്കെയല്ലേ ആരോഗ്യ വകുപ്പ്. നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും. ഈ സംവിധാനം ചെയ്യണ്ടേ ആരോഗ്യ വകുപ്പ്? അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ്. മനുഷ്യന്റെ ആരോഗ്യം പോവുകയാണ്. നമുക്ക് ഒരു ഇതുമില്ലാത്ത ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അമീബിക് ജ്വരം വന്നപ്പോ എപ്പോഴും ഈ 10 കൊല്ലം മുമ്പ് പോകുന്ന എന്തിനാ? പോയി അബദ്ധത്തിൽപ്പെട്ടില്ലേ മന്ത്രി? 2018 ഒരു സാധനം സ്ക്രാപ്പ് ചെയ്ത് 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഒരു സ്റ്റഡി നടത്തിയിട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കേരളത്തിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യം റിപ്പോർട്ട് ചെയ്തെന്ന ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത് 2013 അതല്ല. 2013 അതിന്റെ റിസൾട്ട് ഇതാണ്: മോസ്റ്റ് ഓഫ് ദി corneal ulcers responded well to treatment which was started early in their course due to early detection of the parasite by direct microscopy of confirmation. കണ്ണിൽ വരുന്ന ഒരു അൾസറിനെ കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ടാണ്. അതാണ് 2018 ജേർണലിൽ വന്നത്. 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ച് ഇവിടെ റിപ്പോർട്ട് കൊടുത്തു. ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 12 കൊല്ലം മുമ്പ് നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം വരുന്നതെന്ന് ഈ ആരോഗ്യമന്ത്രി അല്ലാതെ ആരെങ്കിലും പറയോ? ഇനി വച്ചെന്നിരിക്കട്ടെ. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് 9.5 കൊല്ലമായില്ലേ? 9.5 കൊല്ലമായില്ലേ? ഈ ഇവിടെ 3 കൊല്ലമായിട്ട് മസ്തിഷ്ക ജ്വരം 2021 തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വരുമല്ലേ? എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. എന്ന് മുതലാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുണ്ട്.